ആദ്യം കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് അതിനൊരു പ്രതിവിധി കാണാൻ ശ്രമിക്കേണ്ടത്. നമ്മള് ഇരകൾ ആരാണ്, വേട്ടക്കാരാരാണ്, അതൊന്ന് മനസ്സിലാക്കണ്ടേ? ഏ രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക നായകന്മാരുമൊക്കെ മതതീവ്രവാദത്തിനു മതമില്ല എന്ന പതിവ് പല്ലവി ആവർത്തിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയും എന്താണ് മതമെന്നും എന്താണ് മത തീവ്രവാദം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നും രണ്ടും അല്ല, ഏകദേശം 18 കോടി രൂപയിലധികം കേരള സർക്കാർ മദ്രസ നന്നാക്കാൻ വേണ്ടി വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി ഒന്നും രണ്ടും അല്ല, ഏകദേശം 18 കോടി രൂപയിലധികം കേരള സർക്കാർ 18 കോടി രൂപ എന്തിന്? ഒരു മത വിഭാഗത്തെ വളർത്താൻ, ഒരു മതവിഭാഗത്തിലെ കുട്ടിക്കാലന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ, അരിക്കും മലരിനും കുന്തിരിക്കത്തിനും വില കുറച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ വീടുകളിൽ ഓരോ ചാക്ക അരിയും മലരും കുന്തിരിക്കവും ഒക്കെ സൗജന്യമായിട്ട് കൊണ്ടു കൊടുക്കാൻ സർക്കാർ വകയായിട്ട് 18 കോടി രൂപ മദ്രസയ്ക്ക് വേണ്ടി. മദ്രസ നന്നാക്കാൻ വേണ്ടി വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി അടയ്ക്കുന്നവരാണ് അല്ലെ? അപ്പോൾ ആ പണം നമ്മുടെ പൊതു ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 18 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും പറയും, അയ്യോ സർക്കാർ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ. പക്ഷെ അതാണ് കളി. ശമ്പളം കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ പണം അവർക്കായി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരള സർക്കാർ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയതോടെ 18 കോടി രൂപയോളം പൊതുഖജനാവിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് 10 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട്. ഒരു ബോർഡ് തുടങ്ങുമ്പോൾ അതിനൊരു അടിസ്ഥാന പണം വേണ്ടേ? അതിനാണ് ഈ 10 കോടി കൊടുത്തത്. ചിലവഴിക്കാനുള്ള പണമല്ല, എപ്പോഴും അവിടെ ഉണ്ടാകേണ്ട കരുതൽ. രണ്ടാമത്തേത് 7.91 കോടി രൂപയുടെ ഇൻസെന്റീവ് ഗ്രാന്റുകൾ, അതായത് പെൻഷൻ, മെഡിക്കൽ സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പിന്നീട് പല സമയത്തായി സർക്കാർ അടിച്ചു കൊടുത്ത പണം. ഈ 18 കോടി രൂപ എവിടെ നിന്ന് വന്നു? നിങ്ങളുടെയും എന്റെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മറ്റെല്ലാവരും അടച്ച നികുതി പണത്തിൽ നിന്നുമാണ്. ശമ്പളം മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്നതല്ല ഇവിടെ വിഷയം. ശമ്പളം ഒരു വഴിക്ക് ഈ ക്ഷേമനിധിയിലേക്ക് 18 കോടി പൊതുപ്പണം ഒഴുക്കിയത് വേറൊരു വഴിക്കാണ്. ഈ സത്യം മറച്ചു പിടിക്കാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് നമ്മുടെ ചോദ്യം. ഒരു മതനിരപേക്ഷ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതപരമായ വിദ്യാഭ്യാസ സംവിധാനത്തെ സ്ഥിരമായി നിലനിർത്താനും സഹായിക്കാനും വേണ്ടി എന്തിനാണ് കോടിക്കണക്കിന് രൂപ പൊതുപ്പണം നൽകുന്നത്? ഇത് പച്ചയായ മുസ്ലിം പീഡനമല്ലാതെ മറ്റ് എന്താണ്? മറ്റു സമുദായങ്ങളിലെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക പരിഗണനയാണ്. സർക്കാർ ഈ പണം നൽകുന്നത് വഴി പരോക്ഷമായി ഒരു മതപരമായ സംവിധാനത്തെ അംഗീകരിക്കുകയും അതിന് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ചെയ്യും. ഈ 18 കോടി രൂപ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റ് പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും ഒരുമിച്ച് പ്രയോജനകരമാകുന്ന ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയോ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനും അവരെ വളർത്തിയെടുക്കാനും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ചില ആനുകൂല്യങ്ങൾ നൽകേണ്ടുന്ന വിഭാഗങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കാൻ പണമില്ല എന്ന് മറക്കരുത്. മതേതരന്മാര് ഇനിയെങ്കിലും ഒന്ന് ഉണരണം. നിങ്ങൾ ഞെട്ടണ്ട, ഒന്ന് അനങ്ങിയാ മതി. ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡിലെ പൊന്നൊക്കെ ചെമ്പാക്കി ആ പണത്തിൽ നിന്നും വലിയ ഒരു തുക എങ്ങോട്ട് പോകുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹാജിമാർ നാട് ഭരിച്ചാൽ ഇങ്ങനൊക്കെ തന്നെയാണ് ഇരിക്കുക. അപ്പോ ഇത് നമ്മൾ പറയുന്നതല്ല. KT ജലീല് സഭയിൽ പറഞ്ഞ ഒരു പ്രഭാഷണം പല തവണകളിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാർ മദ്രസകൾക്കു വേണ്ടി, ഉസ്താദുമാർക്കു വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന ഈ മത വൈറസുകൾ വളർത്തുന്നതിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് KT ജലീല് തന്നെ വെടിപ്പായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമസഭ. ഓക്കെ, അപ്പോ ഇവര് പലപ്പോഴും പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ മദ്രസയ്ക്ക് ഫണ്ടൊന്നും കൊടുക്കുന്നില്ല എന്നാ പറയാറുള്ളത്. പക്ഷേ എന്തായിരുന്നാലും KT ജലീല് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറയില്ലല്ലോ. സർക്കാർ കൊടുക്കുന്നു എന്ന് തന്നെ KT ജലീല് വെടിപ്പായി പറയുന്നുണ്ട്. പലതവണ നമ്മൾ കേട്ടതാണെങ്കിലും ഇനിയും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കേൾക്കുക. ഞാൻ 1-ാം ക്ലാസ് നിർത്തുകയാണ് എന്ന് പിരിശത്തിൽ അകം കാണുകയായിരുന്നു. കൊല്ലത്തെ പോലെ ആവരുത് ഇക്കുറി ഞമ്മക്ക് എനിക്ക് മാത്രന അക്ഷരങ്ങളിലെ കുന്നിൽപ്പെടാതെ തോടുകൾ ഇവിടെ ആവരണം ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് വേണ്ടിയാണ് ഈ ബില്ല് എന്നുള്ളത്. ഈ സഭയിലെ ഓരോ അംഗത്തെയും
വല്ലാതെ കേട്ടോ? സന്തോഷിപ്പിക്കുന്നുണ്ട്. മദ്രസാധ്യാപക ക്ഷേമനിധിയിലേക്ക് LDF ഗവൺമെന്റ് 21/6/2019 സർക്കാർ ഉത്തരവ് പ്രകാരം പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം. പെൻഷൻ പ്രായം 65 നിന്ന് 60 വയസ്സായി കുറച്ചു. 5 വർഷം വരെയുള്ള അംഗത്വ കാലയളവിന് 500 രൂപയിൽ നിന്ന് 1500 രൂപയാക്കി പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. അധികം വരുന്ന ഓരോ വർഷത്തിനും 10% മുതൽ 15% വരെ വർധനവും വരുത്തി. കൂടിയ പെൻഷൻ 7500 രൂപയാക്കി നിജപ്പെടുത്തി. വിദ്യാഭ്യാസ ധനസഹായം MBBS, BDS, BTech, LLB, BEd തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഗവൺമെന്റ് കോളേജിലോ ഗവൺമെന്റ് അംഗീകൃത കോളേജിലോ മെറിറ്റിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത കോഴ്സിനുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഫീസിന് തുല്യമായ തുക ക്ഷേമനിധിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചു. വിവാഹ ധനസഹായം അംഗങ്ങളുടെ സ്വന്തം വിവാഹത്തിനും 2 പെൺമക്കളുടെ വിവാഹത്തിനും 10,000 രൂപ സഹായമാണ് ഇതുവരെയും നൽകിയിരുന്നത്. ഈ സംഖ്യ 25,000 രൂപയാക്കി ഈ സർക്കാർ വർദ്ധിപ്പിച്ചു. കൂടാതെ കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ മുഖേന 2 ലക്ഷം രൂപ പലിശരഹിത വിവാഹാവശ്യ വായ്പയും ലഭിക്കുന്നതിന് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. 50 മാസം തുല്യ തവണകളായി തിരിച്ചടക്കുന്ന രീതിയിലാണ് വായ്പ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവശതാ പെൻഷൻ 3 വർഷത്തിൽ കുറയാത്ത കാലം അംശാദായം അടച്ചു വരുന്ന ഒരു അംഗത്തിന് അപകടം മൂലമോ രോഗം മൂലമോ സ്ഥിരവും പൂർണ്ണവുമായ ശാരീരിക അവശത സംഭവിച്ചാൽ മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം ഇതൊക്കെ മദ്രസ അധ്യാപകർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്ന് ഓർക്കണം കേട്ടോ. അവർക്ക് മാത്രമേ വിദ്യാഭ്യാസം വേണ്ടൂ, അവർക്ക് മാത്രമേ മക്കളുള്ളൂ, അവർക്ക് മാത്രമേ അവശതാ പെൻഷൻ, അവർക്ക് മാത്രം ചികിത്സ, അവർക്ക് മാത്രം വീടുകൾ, പ്രസവം, കല്യാണങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം. 1000 രൂപ അവശതാ പെൻഷൻ പുതുതായി നൽകുന്നതിന് തീരുമാനിച്ചു. കുടുംബ പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ഒരംഗം മരണമടഞ്ഞാൽ ആശ്രിതന് കുറഞ്ഞത് 1000 രൂപയോ അംഗത്തിന് ലഭിക്കാൻ അർഹതയുള്ള പെൻഷന്റെ പകുതിയോ ഏതാണ് കൂടുതലെങ്കിൽ ആ തുക കുടുംബ പെൻഷനായി ലഭിക്കും. മരണാനന്തര ധനസഹായം ഒരംഗം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അംഗത്വ കാലയളവ് അനുസരിച്ച് 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ആശ്രിതർക്ക് മരണാനന്തര സഹായം LDF സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായം ഒരംഗം മരണപ്പെട്ടാൽ 5,000 രൂപയും ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഒരംഗം മരിച്ചാൽ 3,000 രൂപയും സഹായമായി ലഭ്യമാക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. മദ്രസാധ്യാപക ക്ഷേമനിധിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി മാറുകയാണ്. ഓഫീസ് ഫർണിഷിംഗിനായി 32 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പല ബഹുമാനപ്പെട്ട അംഗങ്ങളും നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അവ പരമാവധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുക തന്നെ ചെയ്യും. സാർ, ബുദ്ധിമുട്ടുകളുടെയും ദുരിതങ്ങളുടെയും മാറാപ്പുകേറി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകാൻ ഈ നിയമനിർമ്മാണം നിമിത്തമാകുമെന്ന വിശ്വാസത്തോടെയാണ് ഞാനിതിവിടെ. വളരെ സന്തോഷം. ഇനിയെങ്കിലും മതേതരന്മാര് പറയുമോ മദ്രസയ്ക്ക് വാരിക്കോരി കൊടുക്കുന്നില്ല എന്ന്? പറയുവോ? എങ്ങനെയാ കുട്ടിക്കാലന്മാരെ ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നത്? മദ്രസകളിലൂടെ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്ന കുട്ടികളുടെ ആർജവം കണ്ടിട്ടില്ലേ? 7 വയസ്സുകാരി വന്നിട്ട് ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ എന്ന് അലറി വിളിച്ചത് ഓർമ്മയില്ലേ? ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. പ്രഭാകരൻ ഇനിയും കത്ത് വല്ലതും അയച്ചിട്ട് തെളിവുകളൊക്കെ തരേണ്ടി വരുമോ? മദ്രസയ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ ഫേക്കോളിയാണെന്ന് മനസ്സിലായി. നിന്നെ പോലെയുള്ള മതേതരന്മാർ ഒരല്പം അങ്ങോട്ട് നീങ്ങി നിന്നു. KT ജലീല് നിയമസഭയിൽ പാസാക്കിയ ബില്ലിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അത് നബിയാണ് പോയത്. ചന്ദ്രനെ പിളർത്താൻ പോയ വാണത്തെ കുറിച്ചിട്ടല്ലേ റെനി ചോദിക്കുന്നത്? ഒരു പൂളക്കമ്പനെ നിർത്തിയിട്ട് ലീഗ് പറയാൻ ഇതാ നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന് മര്യാദക്ക് വോട്ട് ചെയ്തോളമെന്നാണ് ലീഗിന്റെ നിലപാട്. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട്. രസകരമായ ചില വസ്തുതകൾ കൂടി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുത്തതാണ്. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ. ഇന്നേ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകള് ഞങ്ങളൊക്കെ പറയണത് കേട്ടിട്ട് നേരെ പോകുന്നതേ ഖുർആൻ എടുക്കാനാ. ഈ ഖുർആൻ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇൻഡെക്സ് പറയുമല്ലോ, 33-50, 9-111, 8-39, ഇതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാൻ നമ്മൾ പറയും. അപ്പൊ അവരൊക്കെ നോക്കുമ്പോ ചേടാ ജാമിതൊക്കെ കുറെ ആയല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഒരു വേള 10 വട്ടം കേൾക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇവൾക്ക് ആ ഖുർആൻ ആയത്തൊന്ന് തുറന്നു നോക്കാൻ തോന്നും. ഇത് തുറന്നു നോക്കിയിട്ട് അവർ ഈ ഖുർആൻ വലിച്ചെറിയുക. കഴിഞ്ഞ ദിവസം മലപ്പുറം താനൂര് നിന്ന് 2-3 ഉസ്താദുമാര് നിരന്തരം കരച്ചില. മിക്ക ദിവസവും ഒരു വീഡിയോ ഇടും, കണ്ടോ ആക്രിക്കടകളിലാണ് നമ്മുടെ ഖുർആനുകൾ,
നേരം വെളുക്കുമ്പോ ഞങ്ങൾ പായും തലേണയും ഒക്കെ എടുത്ത് തലപ്പാവും താടിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ഓരോ ആക്രിക്കടകളിലും ചോദിക്കും, കാക്കാ ഖുർആനുണ്ടോ കാക്കാ, ഒളിപ്പിച്ച് വെച്ചേനെ, ഞങ്ങൾ വന്ന് എടുത്തോളാം. എന്താ കാരണം? മലപ്പുറത്തെ ജനത ഖുർആൻ വലിച്ചെറിയും. ഖുർആൻ താനൂരാണ് കത്തിച്ചത് കേട്ടോ. എന്നിട്ട് ഇപ്പൊ അവര് ആക്രിക്കടകളില് ഖുർആൻ നോക്കി നടക്കുക. സൗദിയിലാണെങ്കില് ഓടയില് പണി കിട്ടുന്നത് കണ്ടോ? നിങ്ങൾ വിചാരിച്ചില്ല അല്ലെ ഒരിക്കലും മനുഷ്യർ ഇത് മനസ്സിലാക്കുമെന്നും ഇത് അറബി ഭാഷയാണ്, ഇത് ജൂതന്മാരുണ്ടാക്കിയ മീഡിയകൾ വഴി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും, അവരത് മനസ്സിലാക്കും, ഗ്രഹിക്കും, ശക്തമായ രൂപത്തിൽ വിമർശനങ്ങളുമായി അവർ രംഗത്ത് വരുമെന്ന് ഒരിക്കലും ഇവര് പ്രതീക്ഷിച്ചിട്ടേയില്ല. അതുകൊണ്ട് കിട്ടിയ ഒരു നമ്പർ 1 തിരിച്ചടിയാണത്. ഇപ്പോഴിതാ പടക്ക കമ്പനികളിൽ മൊത്തം ഖുർആനാണ്, ഖുർആനിന്റെ പേപ്പർ കൊണ്ടാണ് അവർ പടക്കമുണ്ടാക്കി പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചില മണ്ഡലങ്ങളില് ഇവരുടെ ആളുകൾ തന്നെ ജയിച്ചല്ലോ. ജയിച്ചപ്പോ ഇവര് കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, പൊട്ടിച്ചിതറി തെറിപ്പിച്ച് സന്തോഷത്തോടെ ആഹ്ലാദിച്ച് പോയി കിടന്നു. നേരം വെളുത്ത് വന്ന് നോക്കിയപ്പോൾ ആരാടാ നമ്മുടെ മുറ്റത്ത് ഖുർആനൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചത്, ആരാടാ നമ്മുടെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ ഖുർആൻ കത്തിച്ചത് എന്ന് നോക്കിയപ്പോ എന്തുവാ കണ്ടോ? അസ്സലാമു അലൈക്കും. ഇത് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പടക്കമുണ്ടാക്കിയിട്ട് ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കുന്നത്. ഇതുമായി നമ്മൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, FIR ലഭിച്ചിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും നമ്മുടെ ആളുകൾ ഏതെങ്കിലും പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ ആ പടക്കത്തിന്റെ മുകളെടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഇന്ത്യൻ ഭരണഘടന തെറ്റാണ്. ഒരു മതത്തെ വ്രണപ്പെടുത്തുന്ന പ്രവണത ഉണ്ടാവാൻ പാടില്ല എന്ന് കർശന നിയമമുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതെല്ലാവരും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ വരുന്ന പഴയ ഖുർആൻ കിതാബുകള് ഇങ്ങനെ കൊടുക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കും. അസ്സലാമു അലൈക്കും. ഇതെല്ലാ ഗ്രൂപ്പ് അല്ല, നിങ്ങളുടെ മതവിശ്വാസങ്ങൾ മാത്രമേ കാക്ക വ്രണപ്പെടത്തുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ കാക്ക ഭരണഘടനയുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ മതിയാക്കുമോ? അതുകൊണ്ട് ഇനി മുസ്ലിങ്ങൾ ആരും ആക്രിക്കടയ്ക്ക് ഖുർആൻ കൊടുക്കരുത്. പിന്നെ എന്തോ ചെയ്യണം? എന്ത് ചെയ്യണം? അല്ല, ബൈബിള് എണ്ണയൊഴിച്ച് കത്തിച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരു മനോരോഗി വീഡിയോ പിടിച്ചിട്ടപ്പോ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. നിങ്ങളെ ആരെയും എതിർത്ത് അവരുടെ മതവികാരം വ്രണപ്പെടുത്തിയ മുഹമ്മദ് യൂസഫ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആൻ തൂക്കി വിൽക്കുകയും കച്ചവടം നടത്തുകയും വലിച്ചെറിയുകയും ചെയ്യുന്നവർക്ക് എന്തുണ്ട് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ? നിങ്ങൾക്ക് വിശ്വസിക്കാം, എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കരുത്, അത് തെറ്റാ. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിത് പരിശുദ്ധമാണ് എന്ന് പറയാം, നിങ്ങൾക്ക് മാത്രം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ പുസ്തകം. പടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം പടക്കം പൊതിയാനുള്ള ഒരു ബൈ പ്രോഡക്റ്റ്, അത്രേ ഉള്ളൂ അതില്. ഇപ്പോ ബൈബിള് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു, മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചാല്, വിശ്വസിച്ചാല്, അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ അതല്ലേ തീവ്രവാദം. അപ്പോ ഈ പുസ്തകം വീട്ടിലിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി വിറ്റ് കാശാക്കാനും ഇത് വെറും സാധാരണ പുസ്തകമാണ് എന്ന് മനസ്സിലാക്കി പടക്കക്കാരന്റെ കയ്യും കാലും പിടിച്ചിട്ട് ആ കമ്പനിക്ക് കൊടുക്കാനും ഒക്കെ ഇവർ തയ്യാറാകുന്നത് ഈ പുസ്തകം കാരണം ലോകത്തുണ്ടാകുന്ന മതഭ്രാന്ത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. ചോദിക്കട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് ഈ പേപ്പറിൽ മാത്രം നിലനിൽക്കുന്നതാണോ? അല്ല, പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാം അങ്ങ് മരിച്ചു പോകുമോ? സോഷ്യൽ മീഡിയയിലെ ഒരു പേജിലോ ഒരു പേപ്പറിലോ ഒരു വീഡിയോയിലോ ഒരു കമന്റിലോ ഒക്കെയാണോ ഇസ്ലാം നിലനിൽക്കുന്നത്? ഇത് കണ്ടു കഴിഞ്ഞാല് അതല്ലെങ്കിൽ ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാമും മുസ്ലിമും ഒക്കെ അങ്ങ് പോകുമോ? ഇത് വാങ്ങി പൊട്ടിച്ചത് നിങ്ങളല്ലേ, മലപ്പുറം ജില്ലയിലല്ലേ. 90% ആളുകളും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് എവിടെയാ? നിങ്ങൾ തന്നെയല്ലേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്.
ഏ നിക്കട്ടെ, ഖുർആനും മദ്രസ പുസ്തകങ്ങളും ഒക്കെ വിൽക്കുന്നത് നമ്മളല്ലേ, വാങ്ങുന്നത് നമ്മളല്ലേ. ഇതിന്റെ മഹത്വം നിങ്ങൾക്ക് പറയാം. എല്ലാവരും ആ മഹത്വം അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറയരുത്. ഈ കാലഘട്ടങ്ങളിൽ മിക്ക വീടുകളിലും ഖുർആനുണ്ട്, അതൊക്കെ അലമാരയില്ല. പഴയ പുസ്തകങ്ങൾ എടുക്കുന്ന സമയത്തായിരിക്കും മിക്കവരും അതിന്റെ കോപ്പികൾ കാണുന്നത് തന്നെ. ആക്രിക്കാർ വന്നിട്ട് കൂട്ടമായിട്ട് എടുത്തുകൊണ്ട് പോകുവാണ്. അപ്പോൾ പടക്കക്കടയിലും ആക്രിക്കടകളിലുമൊക്കെ ഖുർആൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവരത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണത് പരിശുദ്ധം. അത് ഒഴിവാക്കുന്നവർക്ക് അത് വെറും വേസ്റ്റ് മാത്രമാണ്. കേട്ടോ, ഖുർആൻ താനൂര് കത്തിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് മലപ്പുറത്ത് തന്നെയായിരുന്നു. ഇതേ ദിഡാഷിന്റെ മോനാണെങ്കിലും അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. എല്ലാ മതത്തിനുമുണ്ട് ഇതുപോലെയുള്ള പുസ്തകങ്ങള്. കേട്ടോ, എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതഗ്രന്ഥങ്ങൾ ഒരു വികാരമാണ്. നമ്മുടേത് മാത്രം ഒരു പ്രത്യേക തരം വികാരമാണ് എന്ന് കരുതിയപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റാണ്. എല്ലാവർക്കും അവനവന്റെ ഗ്രന്ഥം, അവനവന്റെ വിശ്വാസം, ആചാരങ്ങൾ ഇതൊക്കെ പരിശുദ്ധമാണ്. നമുക്ക് നമ്മുടേത് മാത്രം വലിയ സംഭവവും മറ്റുള്ളവരുടേതൊക്കെ നിസ്സാരവുമായി ഗണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒരു ഉസ്താദ് ഗഹനീയമായിട്ടൊരു ക്ലാസ് എടുക്കാണ് കേട്ടോ, എനിക്കറിയുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതൊന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടേത് മാത്രം ശരി, മറ്റതൊന്നും തെറ്റല്ല. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളൊരു മതത്തിൽ ജനിച്ചു, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്നു. നിങ്ങൾക്ക് അതിനോടുള്ള എതിർപ്പ് പലപ്പോഴും പ്രകടിപ്പിച്ചു. ഇത്രയും സാധാരണക്കാരന് മനസ്സിലായല്ലോ, മതി. അത്രയും മനസ്സിലാക്കാനാണ് പ്രയാസം. ഇപ്പൊ നിങ്ങൾക്ക് അത്രയും മനസ്സിലായില്ലേ, വലിയ കാര്യം. മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇവിടെ കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു മതരഹിത സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഇവിടെ ഇന്ന് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ അതെ, മനസ്സിലാക്കിയല്ലേ കൊച്ചു കള്ളന്മാർ. വളരെ വൈകിയാണെങ്കിലും ഉസ്താദേ അത് മനസ്സിലാക്കിയതിൽ സന്തോഷം. ഒരു മതരഹിത സമൂഹത്തെ വാർത്തെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. മതരഹിത സമൂഹം ഒരാളെയും കൊല്ലാൻ പോകത്തില്ലല്ലോ, കൊല്ലപ്പെടാനും പോകത്തില്ലല്ലോ. മര്യാദയ്ക്ക് ഒതുങ്ങി അവനവന്റെ പാട് നോക്കി ജീവിക്കത്തില്ല. ഇവിടെ കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു മതരഹിത സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഇവിടെ ഇന്ന് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. ഏകദൈവ വിശ്വാസം, ഇസ്ലാം മാത്രമാണ് ശരി, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറഞ്ഞപ്പോൾ വലിയ കുറ്റം. എന്താ കുറ്റം? നിങ്ങൾ ഇസ്ലാം മാത്രമാണെന്ന് ശരി പറയാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞാൽ എന്തായി? വിഭാഗീയതയായി, കുഴപ്പമായി. അതാണ് ഇവിടെ മതമൗലികവാദം ഉണ്ടാക്കുന്നത്. നോക്കിങ്ങൾ, എന്റേത് മാത്രം ശരി എന്ന് പറയുന്നതാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ കുഴപ്പങ്ങളുടെ പിന്നിൽ ഈ തിയറിയാണ്. ഇത് പറഞ്ഞു വെച്ചാൽ പിന്നെ എങ്ങനെ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുക? പിന്നെ എന്താണ് നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശം? ഓരോ ഉസ്താദിന് മറുപടി വേറെ ഒരു ഉസ്താദ് തന്നെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഉസ്താദ്? നമ്മളാരും പറയുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതം വിട്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുമല്ലോ. അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള പ്രശ്നം? നിങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതാണോ ഇവിടുത്തെ ശരിയായ പ്രശ്നം, അതോ ഇതാണോ ശരിയായ പ്രശ്നം? ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു. ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ, ജൂത നസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠമല്ല. ഇതൊരു പ്രശ്നമാണ് ഉസ്താദേ, ഒരു ബഹുസ്വര സമൂഹത്തിലെ ഇതൊരു പ്രശ്നമാണ്. പിന്നെ വേറെയും പ്രശ്നങ്ങൾ നിൽക്കവിടെ. ഇപ്പൊ എടുത്ത ഉസ്താദ് തന്നെ വന്ന് പറയുന്നുണ്ട് എന്താണ് ശരിയായിട്ടുള്ള പ്രശ്നം. നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പ്രോബ്ലം ഇല്ല.
മറ്റവർ അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പ്രോബ്ലം ഇല്ല. മറിച്ച് നമ്മളുടേതു മാത്രമാണ് ശരിയെന്നും മറ്റവരുടേതൊക്കെ മൊത്തവും തെറ്റാണെന്നും പറഞ്ഞിട്ട് അവരുടെ മതവിശ്വാസങ്ങളെ എടുത്ത് പരത്തി പറഞ്ഞ് പബ്ലിക്കിൽ കാണിച്ച് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിച്ചു. നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. പ്രശ്നമാണെങ്കിൽ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം. പണ്ടതില്ലായിരുന്നു. ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു. അടുത്ത കാലത്ത് അത് തുടങ്ങി. അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി. ഒന്ന്, അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വികാരളക്കാൻ പറ്റുമോ? അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ. നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാകുന്നതിന് എന്തർത്ഥമുള്ളത്? അപ്പൊ നമ്മൾ ആ പരസ്പര ബഹുമാനം നിലനിർത്തണം പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിലെ നയമായിരിക്കണം. ലഭ്യമായ ഖുർആൻ പരിഭാഷകൾ വെച്ച് നിങ്ങളുടേത് ശരിയാണ് എന്ന് പറഞ്ഞോ കുഴപ്പമില്ല. നിങ്ങളുടേതു മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വേദ മന്ത്ര തന്ത്രങ്ങളെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വിമർശിച്ചപ്പോൾ അവര് തിരിച്ച് നിങ്ങളെയും വിമർശിക്കാൻ തുടങ്ങി. മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതിനെയാണ് ഇന്ന് അതിന്റെ കടക്കലാണ് ഇന്ന് കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എന്താ നമ്മൾ മൗനികളാണോ വേണ്ടത്? അരീക്കോട് വെച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം ചോദ്യം ചെയ്യാൻ ഒരു മതേതര സർട്ടിഫിക്കറ്റ് കൊണ്ട് ആരും വരേണ്ടതില്ല. അതിനാവശ്യം നമുക്കില്ല. നമ്മൾ ആരും എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമേ ഇല്ല. നമ്മളത് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മുസ്ലിം മതത്തിൽ ബലാത്കാരം ഇല്ലെന്നോ? എന്തിനാണ് ഓസ്ട്രേലിയയിൽ വാപ്പായും മോനും കൂടി പോയിട്ട് 50 തവണയോളം വെടിവെച്ച് ആ പാവങ്ങളായ മനുഷ്യരെ കൊല്ലാൻ നോക്കിയത്? എന്തിനാ? ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തതിന്റെ പേരിലല്ലേ? എന്തിനാണ് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ കൊന്നു? എന്തിനായിരുന്നു? ഇവിടെ ഇന്നും നിലനിൽക്കുന്ന ഈ യുദ്ധങ്ങളും കൊള്ളകളും കൊലപാതകങ്ങളും ബലാത്കാരങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാണ്? എന്റെ മതം മാത്രമാണ് ശരി, എന്റെ മതത്തെ വളർത്തിക്കൊണ്ടുവരാനും മറ്റുള്ളവരുടെ മതം തെറ്റാണ് എന്ന് പറയുന്നതിനും വേണ്ടിയാണ്. മറ്റുള്ളവരുടേതൊക്കെ തെറ്റ്, നമ്മുടേതു മാത്രം എന്തോ വലിയ കൊമ്പും തുമ്പിക്കൈയും ഒക്കെയുള്ള സുനയാണ് എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് വിളിച്ചു പറയാൻ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒക്കെ തയ്യാറാകണ്ടേ ഉസ്താദ്? ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം, വിശ്വാസം, രാഷ്ട്രീയം, കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ്. ലീഗൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളുടെ പൂർവികരെ തിരിച്ചറിയുന്നുണ്ട്. ലീഗൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ആഹാ, സൂപ്പർ. അപ്പോ നിങ്ങളുടേത് ശരിയാണ്. നിങ്ങളുടേതിലെ ഏതാണ് ശരി എന്നുകൂടി ഒന്ന് പറഞ്ഞു തരണേ. സമയം കിട്ടുമ്പോൾ മതി. യാതൊരു ധൃതിയുമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെന്നൊന്നും ഞങ്ങളാരും പറയുന്നുമില്ല. ഇന്ന് ഇവരെ ആരൊക്കെയാണോ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്, ഇവർക്കു വേണ്ടി ആരൊക്കെയാണോ നാവിട്ടടിച്ചത്, ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ചാനലുകൾ ഏതൊക്കെയാണോ, മീഡിയകൾ ഏതൊക്കെയാണോ ഇന്ന് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അവരൊന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം അവര് വാളു വീശുന്നത് നിങ്ങളുടെ കഴുത്തിന് നേരെയായിരിക്കും. ബ്രിട്ടൻ കണ്ടില്ലേ? ഓരോ വർഷവും 300 മില്യൺ പൗണ്ട് വരെ ധനസഹായം
തീവ്രവാദ സംഘടനകൾക്ക് ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടിരുന്നു. ഈ പണം ആർക്കാ പോകുന്നത്? എവിടെയാ പോകുന്നത്? എന്തിനാ പോകുന്നത്? ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായിട്ടുള്ള ഹെൻറി ജാക്സൺ സൊസൈറ്റി HJS ഈ റിപ്പോർട്ട് പുറത്തുവിടുവായിപ്പോ യുദ്ധമേഖലയിലെ അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി, ഈ പദ്ധതിയിലേക്ക് വരുന്ന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് ഹമാസ്, ബൊക്കോ ഹറാം, ഹൂതി, ലഷ്കർ-ഇ തൊയ്ബ, ഐസിസ് തുടങ്ങിയ ഭീകരവാദ സംഘങ്ങൾ ലക്ഷക്കണക്കിന് പൗണ്ടുകളാണ് ഓരോ വർഷവും യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി വരുന്നതിൽ നിന്നും കൈപ്പറ്റുന്നത്. യുദ്ധമേഖലയിലുള്ള യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി ക്യാഷ് ആൻഡ് വൗച്ചർ അസിസ്റ്റന്റ് അഥവാ CVA എന്ന ഒരു പദ്ധതി വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നും ഇത് ബ്രിട്ടനിലെ സഹായമാണ് എന്ന വ്യാജേന ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണെന്നുമാണ് അവർ ആരോപിക്കുന്നത്. മദ്രസയ്ക്ക് ഫണ്ട് നൽകിയിട്ട് നമുക്കെതിരെ തന്നെ അവര് മുദ്രാവാക്യം മുഴക്കുന്നില്ലേ? സിമ്പിൾ. അരിയും മലരും കുന്തിരിക്കും മദ്രസയിൽ പഠിച്ച ചെക്കനാണ് കുട്ടിക്കാലം. നമ്മുടെ പണമല്ലേ? ബ്രിട്ടനും പണി കിട്ടിയപ്പോ ബ്രിട്ടന് മനസ്സിലായി എത്ര തുകയാണ് ഈ പദ്ധതിക്ക് കീഴിൽ പണമായിട്ട് ഇവർ ഇതുവരെ നൽകിയിട്ടുള്ളത് എന്ന വിവരം ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പണി കിട്ടിയതല്ലേ, പുറത്തുവിടാൻ പറ്റുമോ? 2024 225 മുതൽ 310 മില്യൺ പൗണ്ട് വരെ പണമായിട്ടും നൽകിയിട്ടുണ്ട് എന്ന് HJSന്റെ വിശകലന റിപ്പോർട്ടിൽ പറയും. ഇത് പൂർണ്ണമായും തീവ്രവാദികൾക്കാണ് ലഭിച്ചത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഗണ്യമായ ഒരു തുക അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് HJS പറയും. യുദ്ധമേഖലകളിലെ വിപണികളും പണം വിനിമയം ചെയ്യുന്നവരും വിതരണ ശൃംഖലകളും ചെക്ക് പോയിന്റുകളും എല്ലാം തീവ്രവാദ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് അയക്കുന്ന പണം തീവ്രവാദികളുടെ നേരിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സായി മാറും. ഹമാസിന് വേണ്ടി അയക്കുന്ന പണം, ഹമാസിന് വേണ്ടിയാണോ ഗാസയിലെ യുദ്ധ ദുരിതബാധിതർക്ക് വേണ്ടി അയക്കുന്ന പണം ഹമാസ് കൈപ്പറ്റുന്നു? ഹമാസിലെ യഹ്യ സിൻവാറുടെ ഭാര്യ 27 ലക്ഷം രൂപയുടെ ബാഗ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്ത് നടത്തുന്നു തണലിനകത്തെ. ഇവർക്ക് എന്തോ ജോലി? ഈ പണം കൈപ്പറ്റി ജീവിക്കുക. പാവങ്ങൾക്ക്, യുദ്ധമേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിനായും വെള്ളത്തിനായും വസ്ത്രത്തിനായും പാർപ്പിട സൗകര്യത്തിന് വേണ്ടിയും ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടിയും ഒക്കെ അയക്കുന്ന പണം ഇവർക്ക് വരുമാനമായിട്ട് മാറും. ഈ രൂപത്തിൽ പണം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ബ്രിട്ടൻ കർശനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ഇപ്പോൾ ഈ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. നൈജീരിയയിലടക്കം സജീവമായിട്ടുള്ള ഭീകര പ്രസ്ഥാനമാണ് ബൊക്കോ ഹറാം. നൈജീരിയയിലെ മുസ്സ ജില്ലയിൽ നിന്ന് ബൊക്കോ ഹറാം തീവ്രവാദികൾ കൗമാരക്കാരായിട്ടുള്ള 12 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അടുത്തിടെയാണ്. കൃഷിയിടങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. മകുമേരി ഗ്രാമത്തില് 2 മണിക്കൂറിലധികം നീണ്ട ആക്രമണം നടത്തി ഈ ഭീകരവാദികൾ പാവങ്ങളുടെ വീടുകളും വാഹനങ്ങളും കടയും എല്ലാം കത്തിച്ച് നശിപ്പിച്ചു. മകുമേരി ഗ്രാമത്തിൽ പുലർച്ചെ 1:30 മോട്ടോർ സൈക്കിളിൽ എത്തിയ ഈ തീവ്രവാദികൾ വീടുകൾക്കും മറ്റുമൊക്കെ തീയിടുന്നു. അതിനു മുമ്പ് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കുന്നു, ബലാത്കാരം നടത്തുന്നു, വെടിയുതിർക്കുന്നു. നൈജീരിയയിലെ സായുധ സംഘങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയുധധാരികളായിട്ടുള്ള ഒരു സംഘം നൈജീരിയയിൽ തലസ്ഥാനമായിട്ടുള്ള അബൂജ, അവിടെ അതിർത്തി പങ്കിടുന്ന മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂളുകളിൽ ഒക്കെ ഓരോ വിഭാഗമായിട്ട് അതിക്രമിച്ചു കയറുന്നു. 100 കണക്കിന് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, ബലാത്കാരം ചെയ്യുന്നു, കൊന്ന് പെരുവഴിയിൽ എറിയുന്നു. ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാ? ഈ സംഘടനകളിലൂടെ ഇവർക്ക് വരുന്ന കോടാനുകൂടി പണത്തിന്റെ കുത്തൊഴുക്കിലാണ് ഇവർ ഈ രൂപത്തിൽ മനുഷ്യത്വരഹിതരായി മാറുന്നത്. ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ ഈ കൊച്ചു കേരളക്കരയിലും നാളെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജീവനും ജീവിതവും ബലിയർപ്പിച്ച് നിർഭയത്വം പോലും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത്. നിർഭയത്വം സ്വയമുണ്ട്. പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റുമോ? ഇവന്മാര് വന്ന് കാച്ചത്തില്ലേ നമ്മളെ?
ഈ മതഭീകരന്മാരെ പ്രത്യക്ഷമായി എതിർക്കുന്നത് കൊണ്ടും ഇവർ നൂറുകണക്കിന് ആയിരക്കണക്കിന് മതസംഘടനകൾ ഉണ്ടാക്കി ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ മതപരമായി ഇസ്ലാമികപരമായി ഇത് പടച്ചവന്റെ 6-ാം നൂറ്റാണ്ടിലെ കൽപ്പനകളാണ് എന്നും ഈ ഗ്രന്ഥം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഭീകരവാദങ്ങളൊന്നും അവസാനിക്കില്ല എന്നും തുറന്നു പറയുന്നതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് മാത്രം എനിക്ക് ഇന്ന് രാവിലെ എത്ര മണിയായി? 1:30 മണിയാണ് ആയത്. ഇതിനോടകം എനിക്ക് വന്നത് 1,27,000 റിപ്പോർട്ടുകളാണ് എൻ്റെ ചാനലിന്റെ റീച്ച് കണ്ടില്ലേ? എങ്ങനെയും ഈ ചാനൽ കളയും എന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് അവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പേടിയുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുമോ? അവര് ചാനൽ പൂട്ടിക്കുന്നെങ്കിൽ പൂട്ടിക്കട്ടെ. യൂട്യൂബ് കണ്ടിട്ട് മതം വിട്ട ആളല്ല ഞാൻ. യൂട്യൂബ് കണ്ടിട്ട് മതത്തെ വിമർശിക്കാൻ ഇറങ്ങിയ ആളുമല്ല ഞാൻ. അങ്ങനെയൊന്നും ഒരു പേടിയുമില്ല. അങ്ങനെ പേടിത്തൊണ്ടന്മാർക്ക് പറ്റിയ പണിയല്ലെന്നേ ഈ താടിയും തലപ്പാവും വെച്ച മുറിയന്മാരുടെ മതത്തെ വിമർശിക്കൽ. തല പോകും. പേടിയുള്ളവർക്ക് പറ്റിയ മേഖലയല്ല ഇത്. അതുകൊണ്ട് ലവലേശം പേടിയില്ല. നീയൊക്കെ ഒരെണ്ണം പൊട്ടിച്ചാൽ 9 എണ്ണം തുടങ്ങും. ഒരു പ്രോബ്ലവും ഇല്ല. നമ്മളെ ഒടുക്ക് കെട്ടിപ്പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം.